മാന്ത്രിക സൂചികൾ. ഒരു ഗ്രാമത്തിൽ സൂരജ് എന്നൊരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. കർഷകന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പ്രസവത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. കുഞ്ഞിനെ വളർത്താനായി അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. രണ്ടാം ഭാര്യ കഠിന ഹൃദയയായിരുന്നു. അവൾ ആ പെൺകുട്ടിയെ വളരെയധികം ദ്രോഹിച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കർഷകന്റെ രണ്ടാം ഭാര്യയിലും അവർക്കൊരു പെൺകുട്ടി ജനിച്ചു. കർഷകന്റെ ആദ്യത്തെ മകൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ മകൾക്ക് സൗന്ദര്യം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മൂത്ത പെൺകുട്ടിയെ വെറുത്തിരുന്നു. അവൾ മൂത്ത പുത്രിയെ മുറിയിൽ അടച്ചിടുകയും അവൾക്ക് കഴിക്കാനായി ഉണക്ക ചപ്പാത്തിയുമാണ് കൊടുത്തിരുന്നത്. കർഷകന്റെ വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. അവളുടെ രണ്ടാനമ്മ പശുവിനെ മേയ്ക്കാനായി മാത്രമായിരുന്നു അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് അയച്ചത്. അപ്പോഴും കഴിക്കാനായി ഉണങ്ങിയ ചപ്പാത്തി മാത്രമായിരുന്നു അവൾക്ക് കൊടുത്തിരുന്നത്. അവൾ അതും കഴിച്ച് ജീവിതം തള്ളി നീക്കി. ഈ കാഴ്ച പശു എന്നും കാണുന്നുണ്ടായിരുന്നു. അത് വല്ലാതെ വിഷമിച്ചിരുന്നു. ഒരു ദിവസം പശു ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: "ഓ ദൈവമേ, അല്പസമയത്തേക്കെങ്കിലും എനിക്കൊരു വരം തരൂ. എനിക്ക് ആ പെൺകുട്ടിയെ സഹായിക്കണം." ദൈവം പശുവിന്റെ പ്രാർത്ഥന കേട്ടു. പശുവിന് വരദാനം കൊടുത്തു. പശു ആ പെൺകുട്ടിയോട് പറഞ്ഞു: "മോളെ, നിനക്ക് കിട്ടുന്ന ഉണക്ക റൊട്ടികൾ എനിക്ക് തന്നേക്കൂ. പകരം എൻ്റെ പാൽ മോള് കുടിച്ചോളൂ." പെൺകുട്ടി പശു പറഞ്ഞതനുസരിച്ചു. പെൺകുട്ടി തൻ്റെ ഉണക്ക റൊട്ടി പശുവിന് കൊടുത്തു. പകരം അവൾ പശുവിൻ്റെ പാല് കുടിക്കാൻ തുടങ്ങി. അവൾ വളരെ സന്തോഷവതിയായി. ഒരു ദിവസം പശുവിന് രോഗം പിടിപെട്ടു. അത് മരണത്തോടടുത്തു. പശു ദൈവത്തോട് പ്രാർത്ഥിച്ചു: "ദൈവമേ, എനിക്ക് ഒരിക്കൽ കൂടി ഒരു വരം തരൂ. മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം." ദൈവം പശുവിന് വീണ്ടും വരം കൊടുത്തു. പശു ആ പെൺകുട്ടിയോട് പറഞ്ഞു: "മോളെ, എൻ്റെ മരണശേഷം എന്നെ മണ്ണിൽ അടക്കം ചെയ്യണം. നിനക്കിനി എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടം ഒന്ന് കുഴിച്ചാൽ മാത്രം മതി. നിനക്ക് വേണ്ടത് ലഭിക്കും. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ." ഇത്രയും പറഞ്ഞുകൊണ്ട് പശു മരണമടഞ്ഞു. കർഷകന്റെ മകൾ വല്ലാതെ ദുഃഖിതയായി. കാരണം അവൾക്ക് ആ പശുവിനെ വലിയ ഇഷ്ടമായിരുന്നു. അതുണ്ടായിരുന്നപ്പോൾ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ രാജകുമാരന്റെ സ്വയംവരമായി. മുഴുവൻ ഗ്രാമവാസികൾക്കും ആ ചടങ്ങിലേക്ക് രാജാവിന്റെ ക്ഷണം കിട്ടി. ഇത് കേട്ടതോടെ കർഷകന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവർ ആലോചിച്ചു: ഞാനും എൻ്റെ മകളെയും കൂട്ടിയിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോയാലോ? അഥവാ രാജകുമാരന് അവളെ ഇഷ്ടമായാൽ അവളുടെ ഭാഗ്യം തെളിഞ്ഞത് തന്നെ. പക്ഷെ അവൾ ആലോചിച്ചു: മൂത്തവൾ എൻ്റെ മകളെക്കാളും സുന്ദരിയാണല്ലോ. അഥവാ രാജകുമാരന് അവളെയാണ് ഇഷ്ടമാകുന്നതെങ്കിൽ ഇല്ല, ഞാൻ അവളെ രാജകുമാരന് മുന്നിലേക്ക് കൊണ്ടുപോവില്ല. ഇതും പറഞ്ഞ് അവർ മൂത്ത മകളെ മുറിക്കുള്ളിലാക്കി വാതിലടച്ചു. എന്നിട്ടവൾ സ്വന്തം മകളെയും കൂട്ടി രാജകൊട്ടാരത്തിലേക്ക് പോയി. കർഷകന്റെ മൂത്ത മകൾ ആലോചിച്ചു: എൻ്റെ കയ്യിൽ നല്ലൊരു ഉടുപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കും രാജകൊട്ടാരത്തിൽ പോകാമായിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് പശു പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഉടനെ അവൾ ജനാല വഴി പുറത്തേക്കിറങ്ങിയതിനു ശേഷം പശുവിനെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു. എന്നിട്ട് അവൾ അവിടെ കുഴിക്കാൻ തുടങ്ങി. കുറച്ച് കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ലൊരു ഉടുപ്പും ഒരു ജോഡി ചെരുപ്പും കിട്ടി. അവൾ വളരെ സന്തോഷവതിയായി. അതും ധരിച്ച് അവൾ രാജകുമാരന്റെ സ്വയംവരത്തിനായി പോയി. രാജകുമാരന് കർഷകന്റെ മൂത്ത മകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവളെ കല്യാണം കഴിക്കാൻ രാജകുമാരൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് കേട്ട് അവൾ വല്ലാതെ ഭയപ്പെട്ടു. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷെ അവളുടെ ഒരു ചെരുപ്പ് രാജകുമാരന് അടുത്തായി വീണുപോയിരുന്നു. രാജകുമാരൻ ആ ചെരുപ്പെടുത്തു. എന്നിട്ട് തന്റെ ഭടന്മാരോട് അയാൾ പറഞ്ഞു: "ഈ ചെരുപ്പ് ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളെയും അണിയിച്ചു നോക്കണം. ആർക്കാണോ ഈ ചെരുപ്പ് പാകമാകുന്നത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം." ഭടന്മാർ ആ ചെരുപ്പുമെടുത്ത് ഗ്രാമത്തിലുടനീളം അന്വേഷിച്ചു. അവർ ഒരുപാട് പെൺകുട്ടികൾക്ക് ആ ചെരുപ്പ് അണിയിച്ചു നോക്കി. പക്ഷെ ആ ചെരുപ്പ് ആർക്കും പാകമായില്ല. പിന്നീട് ഭടന്മാർ കർഷകന്റെ വീട്ടിലും എത്തി. അവർ 2 പെൺകുട്ടികളെയും ആ ചെരുപ്പ് അണിയിച്ചു നോക്കി. കർഷകന്റെ മൂത്ത മോൾക്ക് ചെരുപ്പ് പാകമായി. ഭടന്മാർ ഈ കാര്യം രാജകുമാരനെ അറിയിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന കർഷകന്റെ രണ്ടാം ഭാര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ടവൾ ആലോചിച്ചു: ഇതെങ്ങനെ സംഭവിച്ചു? ദൈവമേ, ഈ നശിച്ചവൾ ഒരിക്കലും രാജകുമാരിയാകാൻ പാടില്ല. സ്വന്തം മകളെ രാജകുമാരിയാക്കാൻ വേണ്ടി അവൾ മൂത്ത മകളുടെ ശിരസിൽ മാന്ത്രിക സൂചി തറച്ചു. അങ്ങനെ അവളൊരു പക്ഷിയായി മാറി. കർഷകന്റെ മകൾ എങ്ങോട്ടോ പോയെന്ന് രാജകുമാരന് വിവരം കിട്ടി.
രാജകുമാരൻ അവളെ കണ്ടുപിടിക്കാനായി തൻ്റെ ഭടന്മാരെ നിയോഗിച്ചു. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷിയായി മാറിയ ആ പെൺകുട്ടി രാജകുമാരന്റെ ഉദ്യാനത്തിലെ ഒരു മരത്തിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. അവൾ കരയുമ്പോൾ മുത്തുകളായിരുന്നു പൊഴിഞ്ഞിരുന്നത്. അവൾ ചിരിക്കുമ്പോഴോ പൂക്കളായിരുന്നു പൊഴിഞ്ഞു വീണത്. ഇതെല്ലാം കണ്ട് രാജകുമാരൻ അമ്പരന്നുപോയി. അദ്ദേഹം ആ കിളിയെ പിടിച്ച് തന്റെ കൊട്ടാരത്തിനകത്ത് പാർപ്പിച്ചു. ഒരു ദിവസം രാജകുമാരൻ അതിനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒന്ന് തട്ടി. രാജകുമാരൻ നോക്കിയപ്പോൾ പക്ഷിയുടെ തലയിൽ സൂചി തറച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം അതിന്റെ തലയിൽ നിന്ന് സൂചികളെല്ലാം പറിച്ചെടുത്തു. തലയിൽ നിന്ന് സൂചികളെല്ലാം വേർപെട്ടപ്പോൾ അത് വീണ്ടും പഴയ സുന്ദരിയായി മാറി. തന്റെ സ്വയംവരത്തിന് വന്ന അതേ പെൺകുട്ടിയാണിതെന്ന് രാജകുമാരന് മനസ്സിലായി. രാജകുമാരൻ പറഞ്ഞു, നീ ഈ അവസ്ഥയിൽ അതെങ്ങനെ? കർഷകന്റെ മകൾ എല്ലാ കാര്യങ്ങളും രാജകുമാരനോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് രാജകുമാരൻ കുപിതനായി. എന്നിട്ട് അദ്ദേഹം അവളുടെ രണ്ടാനമ്മയെ തുറുങ്കിലടച്ചു. പിന്നീട് രാജകുമാരൻ അവളെ വിവാഹം കഴിച്ച് രണ്ടുപേരും സുഖമായി സന്തോഷമായി ജീവിച്ചു. കർഷകനും പാമ്പും. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൃഷിയിടം 2-3 വർഷങ്ങളായി കഠിനമായി വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ വളരെയധികം കഷ്ടപ്പാടിലുമായി. തണുപ്പുകാലം ആരംഭിച്ചു. ഒരു ദിവസം കർഷകൻ മരച്ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതിനടുത്തുള്ള ഒരു പൊത്തിലേക്കായി. ഒരു സർപ്പം പണമുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. കർഷകനൊരു കാര്യം മനസ്സിലായി. ഈ പാമ്പ് വർഷങ്ങളായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഞാൻ ഇതിനെ ഒരിക്കലും പൂജ ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്റെ നിലം മുഴുവൻ ഉണങ്ങിപ്പോയത്. കർഷകൻ പ്രതിജ്ഞ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും സർപ്പപൂജ ചെയ്യും. കർഷകൻ ഒരു പാത്രത്തിൽ പാല് കൊണ്ടുവന്നു. എന്നിട്ട് പൊത്തിന് പുറത്തു വെച്ചിട്ട് പറഞ്ഞു, അല്ലയോ നാഗരാജാവേ, എനിക്കറിയില്ലായിരുന്നു നീ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് പൂജ ചെയ്യാതിരുന്നത്. എന്നോട് ക്ഷമിച്ചാലും ഇനി ഞാൻ എന്നും നിനക്ക് പൂജ ചെയ്യും. എന്നിട്ട് കർഷകൻ അവിടെ നിന്നും പോയി. പിറ്റേന്ന് അയാൾ വന്നപ്പോൾ പാൽപാത്രത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടു. കർഷകൻ അടുത്തു വന്ന് നോക്കി. അപ്പോൾ അതൊരു സ്വർണ്ണ നാണയമാണെന്ന് അയാൾക്ക് മനസ്സിലായി. പിന്നീട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം എന്നും പാമ്പിന് പാല് കൊടുക്കും. പിറ്റേ ദിവസം എന്നും അയാൾക്ക് സ്വർണ്ണ നാണയം ലഭിക്കുകയും ചെയ്യും. ഒരു ദിവസം മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി കർഷകന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. മകനോട് എന്നും പാമ്പിന് പാല് കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കർഷകന്റെ മകൻ അതുപോലെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം അവനും സ്വർണ്ണ നാണയം കിട്ടി. അവന്റെ മകൻ ആലോചിച്ചു, ഈ പാമ്പ് വല്ലാത്ത പിശുക്കൻ തന്നെ. തീർച്ചയായും ഇവൻ്റെ മാളത്തിനുള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കാണും. പക്ഷെ ഇതാണെങ്കിൽ ദിവസവും ഒരെണ്ണമേ തരുന്നുള്ളൂ. ഞാൻ ഇതിനെ കൊന്നാൽ അതിനകത്തുള്ള മുഴുവൻ സ്വർണ്ണ നാണയവും എനിക്ക് സ്വന്തമാക്കാവുന്നതാണ്. അടുത്ത ദിവസം പാമ്പിന് പാല് കൊടുക്കാനായി ചെന്നപ്പോ പാമ്പിനെ കണ്ടതും അവൻ വടിയെടുത്ത് പാമ്പിന്റെ തലയ്ക്കടിച്ചു. ഉടനെ പാമ്പ് ദേഷ്യത്തോടെ പണമുയർത്തി അവന്റെ കാലിൽ കടിച്ചു. എന്നിട്ടാ പാമ്പ് മാളത്തിനകത്തേക്ക് കയറിപ്പോയി. കർഷകന്റെ ബന്ധുക്കൾ കുട്ടിയുടെ ശവസംസ്കാരം നടത്തി. കർഷകൻ തിരിച്ചു വന്നപ്പോൾ തന്റെ മകന്റെ വിയോഗ വാർത്ത കേട്ട് വല്ലാതെ ദുഃഖിതനായി. അയാൾക്ക് പാമ്പിനോട് വല്ലാത്ത പക തോന്നി. പക്ഷേ പാമ്പ് അയാളോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. അപ്പോൾ കർഷകൻ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു തെറ്റ് എൻ്റെ മകന്റെ ഭാഗത്താണെന്ന്. അവനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർഷകൻ പാമ്പിന് വീണ്ടും പാല് കൊടുത്തുകൊണ്ട് പാമ്പിനോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ മകനോട് ക്ഷമിക്കണം. അപ്പോൾ പാമ്പ് പറഞ്ഞു, അവിടെ കിടക്കുന്ന വടിയിലേക്ക് നോക്കൂ, എൻ്റെ തലയിലേക്ക് നോക്കൂ. അത് നിന്റെ മകന്റെ ദോഷം കൊണ്ടല്ല, എൻ്റെ ദോഷം കൊണ്ടുമല്ല. സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇത് ഭാഗ്യത്തിൻ്റെ കളികളാണ്. ഭാഗ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാം നിസ്സഹായരാണ്. ഗുണപാഠം: ഭാഗ്യം അത് പരീക്ഷിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ നമ്മുടെ കർമ്മം കൂടി അത് കണക്കിലെടുക്കുന്നു. അത്യാഗ്രഹത്തിന്റെ ഫലം എപ്പോഴും നാശമായിരിക്കും. ആർത്തിമൂത്ത് മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന വിധത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക. അതുമൂലം നമുക്ക് കിട്ടാനുള്ളത് കൂടി പോവുകയും നമുക്കുള്ളത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കൂട്ടുകാരെ, ഇനിയും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ബെല്ലൈക്കൺ അമർത്തൂ. അങ്ങനെ നിങ്ങൾ ഒരു കഥകളും നഷ്ടപ്പെടുത്താതിരിക്കൂ. ഇനി അടുത്ത കഥയിൽ കാണാം.
ബൈ ബൈ.